ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബീൻസ് ചെമ്മീൻ മെഴുക്കുവരട്ടിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് മെഴുക്കുവരട്ടിയായിട്ടും തോരനായിട്ടും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിനും ഒരേ പ്രൊസീജിയർ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഒരു കാര്യവും കൂടെ ആഡ് ചെയ്യുമ്പോൾ, ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ തോരനാവും. അല്ലാത്ത രീതിയിലും തോരൻ വെക്കാം കേട്ടോ. അത് നമ്മൾ അരച്ചൊക്കെ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ചെറിയ പ്രോൺസ് വേണം, വളരെ ചെറുതായിട്ടുള്ള ചെമ്മീൻ, പിന്നെ മഞ്ഞൾപ്പൊടി, കടുക്, ഉള്ളി, തേങ്ങ ചിരവിയത് തോരനാക്കുകയാണെങ്കിലാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം. അപ്പോൾ ഞാൻ ആദ്യം ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ആഡ് ചെയ്യാൻ പോവാണ്. ബീൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഇളയ ബീൻസ് എടുക്കുക. ബീൻസിലേക്ക് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ പ്രോൺസിനും കൂടെ ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്താണെന്ന് വെച്ചാൽ ഇതൊരു 300-320 ഗ്രാം ബീൻസേ ഉള്ളൂ. എന്താ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മൂപ്പ് കൂടിയ ബീൻസൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ 300-350 ഗ്രാം 320 ഗ്രാം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ബീൻസ്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇതിലേക്ക് ബീൻസിന് ആവശ്യമായ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. ചെറിയ അളവിൽ ഉപ്പ് ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ ബീൻസിന് എപ്പോഴും ചെറിയ അളവിൽ വെള്ളവും ചേർക്കുക, ചെറിയ അളവിൽ ഉപ്പും ചേർക്കുക. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ബീൻസ് ഒന്ന് കുക്കായി വരട്ടെ. ഒരു 3/4 ഭാഗം കുക്കാവണം ബീൻസ്. അതിനുശേഷം നമുക്ക് അടുത്തടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്ന് ആഡ് ചെയ്യാം. ഈ സമയത്ത് ഉള്ളി ചതച്ചാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ചതച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീൻസ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ പ്രോൺസ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യുന്നത്. വലിയ പ്രോൺസ് ആണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ആഡ് ചെയ്യാം. ബീൻസ് ഒരു 3/4 ഭാഗം കുക്കായതിനു ശേഷം മാത്രം പ്രോൺസ് ചേർത്ത് കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ നേരത്തെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ പ്രോൺസും കൂടി ഒന്ന് കുക്കായി വരും. ഇപ്പോൾ ബീൻസിന്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത പാൻ വെക്കാൻ പോവാണ്. ബീൻസ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാനൊന്ന് ചൂടായി വരട്ടെ. ഈ സമയത്ത് ഉള്ളിയൊക്കെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ ഇതുപോലെ തിക്നെസ് ഒക്കെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇതാ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാണ്. ഒരു 1.5 മുതൽ 2 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ കൂടുതൽ ചേർത്താൽ മെഴുക്കുവരട്ടിക്കാണെങ്കിലും തോരനാണെങ്കിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചിട്ട് ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കണ്ട, ചെറിയൊരളവിൽ വെളിച്ചെണ്ണ ചേർക്കുക. നമ്മൾ സാധാരണ വളരെ ചെറിയ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് കുറവായിരിക്കും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക, അല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഈ സമയത്ത് തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കുന്നില്ല. ഈ ഒരു റെസിപ്പിക്കൊക്കെ കറിവേപ്പില ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഉള്ളി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ബീൻസിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യുക. ബീൻസിൻ്റെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉള്ളിക്ക് ആവശ്യമായ ഉപ്പിൻ്റെ കൂടെ തന്നെ ബീൻസിനും ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബീൻസിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഉള്ളിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ബീൻസിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട്. പിന്നെ മുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നതാണ്. അപ്പോൾ മുളക് പൊടി താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം.
ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്, അതുകൊണ്ട് ചില്ലി ഫ്ലേക്സിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത് എരിവിന്. ഉള്ളി ഒന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 1.25 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ, ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോരുത്, കരിഞ്ഞു പോരുത്, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസും ചെമ്മീനും ചേർന്ന് മിക്സ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി മിക്സ് ചെയ്യാൻ. നന്നായിട്ടൊന്ന് ബീൻസിലേക്കൊക്കെ ആ എരിവൊക്കെ ഒന്ന് പിടിച്ചു വരണം. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിടണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട്. ഇതാണ് നമ്മുടെ ബീൻസ് ചെമ്മീൻ മെഴുക്കുരട്ടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മെഴുക്കുരട്ടി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വെള്ളം വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മെഴുക്കുരട്ടിയായിട്ടും കുറച്ച് തോരനായിട്ടും എടുക്കാൻ പോകുന്നതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് തേങ്ങ ചേർക്കാൻ പോവാണ്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ കുറച്ചെടുത്ത് മാറ്റട്ടെ. ഇപ്പോൾ ഇതാ ബീൻസ് മെഴുക്കുരട്ടി റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബീൻസ് തോരനാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ബീൻസ് തോരനായിട്ട് വേണം എന്നുള്ളത് നമ്മൾ സാധാരണ തോരൻ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തോരനിലേക്ക് തേങ്ങയും ജീരകവും ഒക്കെ ഒന്ന് ചതച്ച് ചേർത്തിട്ട് ആ രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള തോരൻ റെഡിയാക്കുന്നത് കൊണ്ട് വെറുതെ തേങ്ങ മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള തോരൻ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്, പകുതി ബീൻസും പ്രോൺസും ഉള്ള മിക്സിലേക്ക്. അപ്പോൾ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ തേങ്ങ ചേർത്ത് ഇളക്കി കൊടുക്കുക. തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു അളവിൽ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇളക്കി മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയൊക്കെ നേരത്തെ ചേർത്തത് മതി. അപ്പോൾ തേങ്ങ ചതച്ചാണ് ചേർക്കുന്നതെങ്കിൽ, മിക്സിയിലൊന്ന് ക്രഷ് ചെയ്താണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങയിലേക്ക് വേപ്പില, ജീരകം, ഒരു ഉള്ളി അത്രയും ചേർത്തിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബീൻസ് ചെമ്മീൻ തോരനും റെഡിയായി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 2 റെസിപ്പികളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളായിട്ട് നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.